നമസ്കാരം, ഞാൻ ഡോക്ടർ സായിജി. വീണ്ടും ഒരിക്കൽ കൂടി ഡോക്ടർ സായിജി ടോക്സിലേക്ക് സ്വാഗതം. വളരെ അത്ഭുതം നിറഞ്ഞ അല്ലെങ്കിൽ നമുക്ക് അവിശ്വസനീയമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 22-ാം തീയതി UP-യിലെ ബറേലി ഒരു വീട്ടിൽ തൻ്റെ ജോലി തിരക്കുമായി വ്യാപൃതരായി നിന്നിരിക്കുന്ന ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയുടെ ശരിക്കുമുള്ള പേരാണ് വിനീത ശുക്ല. വിനീത ശുക്ല തൻ്റെ വീട്ടിലെ ജോലിയും കാര്യങ്ങളുമായി തിരക്കിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് വിനീത ശുക്ല കുഴഞ്ഞു വീഴുന്ന നേരത്തെ തന്നെ വിനീത ശുക്ലയുടെ അടുത്തുണ്ടായിരുന്ന ഭർത്താവും ബാക്കിയുള്ള ആൾക്കാർക്കും ഒരുവിധം കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി. പക്ഷാഘാതത്തിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു എന്നുള്ള മനസ്സിലാക്കിയത് അവർ എത്രയും പെട്ടെന്ന് തന്നെ വിനീത ശുക്ലയുമായി തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലിലെത്തുന്നു. സ്വാഭാവികമായി നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെ വിനീത ശുക്ലയെ ICUയിലോട്ട് മാറ്റുന്നു. പ്രാഥമികമായ എല്ലാവിധ പരിശോധനകൾ നടത്തിയതിന് ശേഷം ഡോക്ടർമാർ പുറത്തു വന്ന് വിനീത ശുക്ലയുടെ ഭർത്താവായ കുൽദീപ് കുമാറിനോട് പറയുന്നു, ഇനി ഒരിക്കലും അവർ നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട, അവർക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. മസ്തിഷ്ക മരണം നമ്മൾ സ്വാഭാവികമായി ഇപ്പോൾ പലപ്പോഴുമായി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിക്ക് വ്യക്തിയുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതുമായ മറ്റു പല കാര്യങ്ങളും നമുക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ വിഷമസന്ധിയിലായ കുൽദീപിനെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർമാർക്ക് വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളം പ്രായമൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ദമ്പതികൾ. എന്തു തന്നെയാണെങ്കിൽ ആ സത്യം ഉൾക്കൊള്ളാതിരിക്കാൻ വയ്യ. ആ സത്യം ഉൾക്കൊണ്ട കുൽദീപ് കുമാർ അങ്ങനെ ആ ഒരു വിഷമാവസ്ഥയിൽ കടിച്ചമർത്തി നിൽക്കുന്ന വേളയിൽ തന്നെ സ്വാഭാവികമായും വിനീത ശുക്ല മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് രണ്ടാമതായി ഡോക്ടർമാർ അറിയിക്കുന്നത്. അതിന് പ്രകാരം തൻ്റെ ഭാര്യയുടെ അന്ത്യകർമ്മങ്ങൾക്കായി അല്ലെങ്കിൽ വിനീത ശുക്ലയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുവാൻ പുള്ളിയും ഈ കുൽദീപ് കുമാറും അയാളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തീരുമാനിക്കുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ആംബുലൻസ് റെഡിയാക്കുന്നു. ആംബുലൻസ് റെഡിയാക്കിയതിന് ശേഷം വിനീത ശുക്ലയുടെ ശരീരവുമായി ഈ ആംബുലൻസ് അവരുടെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ യാത്രയിൽ വെച്ച് തന്നെ അവരുടെ ഭർത്താവ് തൻ്റെ മറ്റു സഹപാഠികളുടെയും നാട്ടിലുള്ള ബന്ധുമിത്രാദികളെയും ഒക്കെ വിളിച്ചിട്ട് വിനീത ശുക്ലയ്ക്ക് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കുവാനും ആ ചടങ്ങുകൾ ആരംഭിക്കുവാനും ഒപ്പം ആ ചടങ്ങുകൾ ആരംഭിച്ചതിന് ശേഷം വിനീത ശുക്ലയുടെ അവസാനത്തെ നിദ്രയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനും ഒരുക്കാനും ആവശ്യപ്പെടുന്നു. അങ്ങനെ ആ വണ്ടി വിനീത ശുക്ലയുടെ വീട്ടിലോട്ട് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ നമുക്കാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സംഭവം പെട്ടെന്നുണ്ടായി. ഏതോ ഒരു മഴയത്തോ മറ്റോ പെയ്ത ഒരു ഗർത്തത്തിൽ ഈ വണ്ടി ഈ ആംബുലൻസ് അകപ്പെടുന്നു. ഡ്രൈവർ വളരെയധികം പണിപ്പെട്ട് എങ്ങനെയെങ്കിലും ആ ഗർത്തത്തിൽ നിന്ന് വണ്ടി കരകയറ്റാനുള്ള തീവ്രമായ ശ്രമത്തിൽ ഈ ആംബുലൻസ് ആടി ഉലയുന്നു. ഒരു അല്പനിമിഷം ഒരു പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവവികാസമാണ് അവിടെ നടന്നതെങ്കിലും വളരെ പണിപ്പെട്ട് ഈ പറയുന്ന സ്വാഭാവികമായ റോഡിലുണ്ടാകുന്ന കുഴിയിൽ നിന്ന് ആ വണ്ടി കരയ്ക്ക് കയറ്റി അവർ വീണ്ടും വിനീത ശുക്ലയുടെ വീട് ലക്ഷ്യമാക്കി യാത്ര തുടരവേ പെട്ടെന്ന് കുൽദീപ് കുമാർ ആ കാഴ്ച കാണുന്നു. തൻ്റെ ഭാര്യ വളരെയധികം നല്ല രീതിക്ക് ശ്വസിക്കുന്നതായി കണ്ടു. ആശ്ചര്യപ്പെട്ടുപോയി. ആ മനുഷ്യനോടും തൻ്റെ നാട്ടിൽ ബാക്കിയുള്ളവരെ വിളിച്ച് ശവസംസ്കാര ചടങ്ങുകൾ ബാക്കിയൊക്കെ നടത്താനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയും വിനീത ശുക്ലയുമായി തിരികെ വിലാപത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ അറിയപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തു. സ്വാഭാവികമായി വീണ്ടും അവർ ICUയിലോട്ടാക്കി. ബാക്കി പരിശോധനകളെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ ഫെബ്രുവരി മാസം 24-ാം തീയതി പൂർണ്ണാരോഗ്യവതിയായി വിനീത ശുക്ല അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടു എന്നുള്ള വളരെ വൈദ്യശാസ്ത്രത്തെ അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആണ് ഉദ്ദേശിച്ചത്.
എന്താണ് എവിടെയാണ് പിഴച്ചത്, എന്താണ് സംഭവിച്ചത്? ശരിക്കും വൈദ്യശാസ്ത്രത്തിന് പിഴവ് പറ്റിയതാണോ, അല്ലെങ്കിൽ ഡയഗ്നോസിക്കിന് പറ്റിയ ഒരു പിഴവാണോ, അതോ അതിലുപരി നമ്മൾ പറയുന്ന തരത്തിലുള്ള അതീന്ദ്രിയമായ ഏതെങ്കിലും ശക്തിവിശേഷമാണോ, പ്രാർത്ഥനയുടെ ഫലമാണോ, എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിക്ക് ആശയക്കുഴപ്പത്തിലായിരിക്കുന്നു ശാസ്ത്രലോകം. പക്ഷേ എങ്കിലും ശാസ്ത്രത്തിനെപ്പോഴും ശാസ്ത്രത്തിന് അതിൻ്റേതായ ചില വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്താണ് ഈ മസ്തിഷ്ക മരണം? സ്വാഭാവികമായ മസ്തിഷ്കം ഒരിക്കലും ഒരു അപകടത്തിന് ശേഷം മസ്തിഷ്കം ഒരു തരത്തിലും തിരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയാത്ത വിധം മസ്തിഷ്കം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണത്. പൂർണ്ണമായും നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതേസമയം തന്നെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഹൃദയവും ശ്വാസകോശവും പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മസ്തിഷ്ക മരണത്തിൽ സംഭവിക്കുന്നത്. തീർച്ചയായും വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ ഒരു ആപ്നിയ ടെസ്റ്റ് എന്നാണ് പറയുന്നത്, സഹായമില്ലാതെ നോക്കുമ്പോൾ തീർച്ചയായും ശ്വാസകോശത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വരികയും ഒക്കെ ചെയ്യുന്നു. പിന്നെ സ്വാഭാവികമായ റിഫ്ലക്സുകളൊന്നുമില്ലാത്ത ഒരവസ്ഥ, വേദനയോ മറ്റു യാതൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് സാധാരണ മരണത്തിന് തത്തുല്യമായ രീതിക്കുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴാണ് മസ്തിഷ്ക മരണം എന്ന് സ്വാഭാവികമായി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസ്തിഷ്കം ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഒരു റിഫ്ലക്സിനോട് പ്രതികരിക്കാതെ വരികയും സ്വാഭാവികമായ കണ്ണ് ചിമ്മുക തുടങ്ങിയതായ ചലനങ്ങളെ അതൊന്നും ഇല്ലാതിരിക്കുകയും ഒരുപക്ഷെ മരണം നമ്മൾ സ്ഥിരീകരിക്കുവാനായി നമ്മൾ ഒരുപക്ഷെ ശക്തമായ വെളിച്ചം കണ്ണിലോട്ട് അടിച്ചു നോക്കുമ്പോൾ കണ്ണിലെ പീപ്പിൾസ് അല്ലെങ്കിൽ കൃഷ്ണമണി ആ വെളിച്ചത്തോട് പ്രതിപ്രവർത്തനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അത്തരം രീതികളൊന്നും ഇല്ലാതെ വരുമ്പോൾ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നു. എന്തായിരിക്കാം ഇവിടെ സംഭവിച്ചത്? ഒരുപക്ഷെ മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് തികച്ചും ഇറിവേഴ്സിബിളാണ്. തിരിച്ചു പോകാനാവാത്ത വിധത്തിലുള്ള ഇറിവേഴ്സിബിളായിട്ടുള്ള ഒരു സംവിധാനമാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ശാസ്ത്രലോകത്തിന് വളരെ ആശ്ചര്യകരമായി തോന്നുമായിരിക്കാം. കാരണം ഒരു പക്ഷേ ഈ മസ്തിഷ്ക മരണമാണോ അല്ലെങ്കിൽ ഇത് കോമ സ്റ്റേജിലുള്ള ഒരിതാണോ, എവിടെയാണ് പിഴച്ചതെന്നറിയാൻ വയ്യ. കോമ സ്റ്റേജിലുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന തരത്തിൽ മസ്തിഷ്കം പ്രവർത്തനരഹിതമായിരിക്കുമ്പോഴും മസ്തിഷ്ക കോശങ്ങൾക്ക് ജീവനുണ്ടായിരിക്കും. ഒരു പരിധിവരെ മസ്തിഷ്ക കോശങ്ങൾക്ക് ജീവനുണ്ടായിരിക്കും. അങ്ങനെ കോശങ്ങൾക്ക് ജീവനുണ്ടായെങ്കിൽ ചില സമയങ്ങളിൽ അത് തിരിച്ച് പ്രവർത്തനത്തിലോട്ട് തിരിച്ചു വരികയും ചെയ്യും. അത് റിവേഴ്സിബിളാണ്. എന്നാൽ മസ്തിഷ്ക മരണം ഇറിവേഴ്സിബിളാണ്. ഇനി അത്തരത്തിലുള്ള ഒരു സംഭവമാണോ അവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു മിസ്ഡയഗ്നോസിസിങ് ആയിട്ട്? അല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പോകുന്ന എയർവേ ഒബ്സ്ട്രക്ഷൻ, ഏതെങ്കിലും തരത്തിലുള്ള ശ്വാസകോശത്തിൻ്റെ അകത്തോട്ട് പോകുന്ന തരത്തിലുള്ള എയർവേ തരത്തിലുള്ള എന്തെങ്കിലും ഒബ്സ്ട്രക്ഷനാണോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. ഒബ്സ്ട്രക്ഷൻ ഉണ്ടായപ്പോൾ ശക്തമായി ജെർക്കിൽ അല്ലെങ്കിൽ ഈ ആംബുലൻസ് കുലുങ്ങിയ സമയത്ത് ഒരു പക്ഷേ അതിൽ നിന്നും എയർവേ ഒബ്സ്ട്രക്ഷൻ മാറിയതായിരിക്കാമോ? എന്തു തന്നെയാണെങ്കിലും ഇനി ഒരു ആത്മീയതയുടെ ഭാഷയിൽ അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ നിയർ ഡെത്ത് റെസ്പോൺസ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ പലപ്പോഴും മരണത്തിൻ്റെ വക്കോളം എത്തിയിട്ട് തിരിച്ചു വന്ന പലരും മരണത്തിന് അഭിമുഖീകരിച്ചു അല്ലെങ്കിൽ മുഖാമുഖം കണ്ടു എന്നും മരണം ആ സമയത്ത് വളരെ ശക്തമായൊരു പ്രകാശം കണ്ടു എന്നോ ഒരു വെളിച്ചം കണ്ടെന്നോ ആ വെളിച്ചത്തിലോട്ട് താൻ ആകർഷിക്കപ്പെട്ടോ എന്നുള്ള രീതിക്കൊക്കെ കാണുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ അവസ്ഥയിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളിൽ പോലും നമുക്ക് പറയാൻ പറ്റും ഒരുപക്ഷെ ഈ മസ്തിഷ്ക മരണമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സമയത്ത് വിനിതയുടെ അല്ലെങ്കിൽ വിനിതാ ശുക്ലയുടെ ബോധമനസ്സ് മറ്റൊരു തലത്തിലായിരിക്കുമോ എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ്. എന്തുതന്നെയാണെങ്കിലും വൈദ്യശാസ്ത്രത്തിന് അത്ഭുതകരമായ അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവ വികാസമാണ് നടന്നിരിക്കുന്നത്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ ഒരുപക്ഷെ ആത്മീയതയുടെ ഭാഷയിൽ ഇത് പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലെങ്കിൽ നേർച്ചയുടെ ഫലമാണ്, അതുകൊണ്ട് ആ സെൽസൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴും ശാസ്ത്രത്തിൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ശാസ്ത്രവും അറിവും സയൻസും നമ്മളെ കൂടുതൽ വിനയാന്വിതരാക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ വാസ്തവമായിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഒരു കണക്കിൽ പറഞ്ഞാൽ മരണവും ജനനവും തമ്മിൽ 1 മില്ലിമീറ്റർ ദൂരത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു മഹാസത്യവും കൂടി
ലോകത്തിന് മുമ്പ് അറിയിപ്പിക്കുവാനുമുള്ള ഒരു സംഭവം തന്നെയായിരുന്നിരിക്കാം ഇത്. ഇതുപോലുള്ള ഒട്ടനവധി അത്ഭുതങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാലും വളരെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.